കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷിനെയും നിധിയെയും വേർപിരിക്കുക എന്ന ലക്ഷ്യത്തോടെ സുധീഷിനെ വെല്ലുവിളിച്ച് രാജീവ് അവരെ തൻ്റെ വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും സുധീഷ് തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി കൊടുത്ത ക്യാഷുമായി മുങ്ങിയെന്ന് നിധിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ രാജീവ് ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജീവിന്റെ ഗുണ്ടകളുടെ തടവിലായിരുന്ന സുധീഷ് വീണുകിട്ടിയ ഒരു മൊബൈൽ എടുത്ത് സുഭാഷേട്ടനെയും കൂട്ടരെയും വിളിച്ച് തൻ്റെ അവസ്ഥ അറിയിക്കുമ്പോഴേക്കും അവനെ രക്ഷിക്കാനായി സുഭാഷേട്ടനും കൂട്ടരും ഓടിയെത്തുകയാ. അപ്പോഴും സുധീഷ് ക്യാഷുമായി മുങ്ങിയെന്ന് പറഞ്ഞ് നിധിയെ തന്റെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു രാജീവ്. സുഭാഷേട്ടനും കൂട്ടരും സുധീഷുമായി നിധിയുടെ വീട്ടിലേക്കെത്തി ഗുണ്ടകൾ സഹിതം തെളിവുകൾ നിരത്തി രാജീവിന്റെ പൊയ്മുഖം നിധിയുടെ മുമ്പിൽ വലിച്ചു കീറുകയാ. സത്യമെല്ലാം മനസ്സിലാക്കുന്ന നിധിയും അച്ഛന്റെയും വീട്ടുകാരുടെയും ക്രൂരതകളെ ചോദ്യം ചെയ്ത് വീണ്ടും സുഭാഷേട്ടന്റെയും സുധീഷിന്റെയും നികേഷിന്റെയും ഹരീഷിന്റെയും കൂടെ കിളിക്കൂടിലേക്ക് തിരിച്ചെത്തുകയാ. തിരികെ വീട്ടിലെത്തിയ സുധീഷ് താനെടുത്ത ഗോൾഡ് കോയിൻ അവളെ കാണിക്കുമ്പോഴേക്കും അവൾ സന്തോഷത്തോടെ താൻ അവിടെ നിന്നെടുത്ത തന്റെ ID കാർഡ്സ് എല്ലാം അവരെ കാണിക്കുകയാ. ഇതിനിടെ സുധീഷിനെയും നിധിയെയും രാജീവ് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് നാട്ടിൽ പോയി തിരികെ എത്തിയ സുഭാഷിന്റെ ജോലിക്കാരനായ ബയ്യയുടെ കൂടെ അയാളുടെ സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞതാണെന്നും നാട്ടിലെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാനായി എത്തിയതാണെന്നും ബയ്യ അവളെ സുഭാഷേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ബയ്യയുടെ ആ ചെറിയ താമസ സ്ഥലത്ത് അവൾ സേഫാണോ എന്ന ആശങ്ക സുഭാഷ് പങ്കുവെക്കുന്നുണ്ടെങ്കിലും അവൾ താനവിടെ ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാതി ഹിന്ദിയിലൂടെയും മലയാളത്തിലൂടെയും ആംഗ്യത്തിലൂടെയുമെല്ലാം സുഭാഷും അവളും തമ്മിൽ പരിചയപ്പെടുകയാ. അങ്ങനെ നിധിയുടെ വീട്ടിലെല്ലാം പോയി തിരികെ എത്തിയതിന്റെ പിറ്റേ ദിവസം രാവിലെ സമയമേറെയായിട്ടും ഹാളിൽ തന്നെ കിടക്കുകയായിരുന്ന നികേഷിനെ കാണേ ജോലിക്ക് പോവാനിറങ്ങിയ സുഭാഷേട്ടൻ അവന്റെ അരികിലേക്ക് ചെന്ന് അവന് കോളേജിൽ പോണ്ടേയെന്നും ഇത്ര സമയമായിട്ടും ഉറങ്ങുന്നത് എന്തായെന്നും ചോദിച്ച് അവനെ എഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് പനിയാണെന്ന് കാണേ സുഭാഷേട്ടനും ആകെ ടെൻഷൻ ആവുകയാ. നികേഷും പായയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അതൊന്നുമില്ല, നല്ല ടയേർഡാണ്, നല്ല ശരീരവേദനയുണ്ട്, അതുകൊണ്ടാണെന്ന് പറയേ പൊള്ളുന്ന പനിയുണ്ടല്ലോ, എന്നിട്ടാണോ പനിയില്ലെന്ന് പറയുന്നത് എന്നൊക്കെ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും സുഭാഷിന് ബയ്യയുടെ കോൾ വരുന്നുണ്ട്. അവൻ അത് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്ന നിധിയും നികേഷിന്റെ അരികിലേക്ക് ചെന്ന് അവന് പനിയുണ്ടോന്നൊക്കെ തൊട്ടു നോക്കുകയാ. ജോലിക്ക് പോവാൻ റെഡിയാവുകയായിരുന്ന സുധീഷും നികേഷിനെ തൊട്ടു നോക്കിക്കൊണ്ട് നല്ല പനിയുണ്ടല്ലോ, ഞാൻ പോയി ടാബ്ലറ്റ് വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ടാബ്ലറ്റ് ഒന്നും വേണ്ട, കുറച്ചുനേരം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മാറിക്കോളുമെന്ന് നികേഷും. നല്ല കടുത്ത പനിയാണെന്ന് നിധി ഓർമ്മിപ്പിക്കേ എടത്തി കുറെ ട്രാവൽ ചെയ്തില്ലേ, അതിന്റെ ക്ഷീണമാണ്, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാ റെഡി ആയിക്കോളുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും പുതച്ചു മൂടി കിടക്കുകയാ. നിധിയും ടെൻഷനോടെ അവന്റെ അരികിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും കയ്യിലെന്താ പേപ്പറൊക്കെ, ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണോ എന്ന് സുധീഷ് ചോദിക്കുക. ചപ്പാത്തിയോ, എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയതാണെന്ന് നിധിയും. ഓ അതാണ്, ഇപ്പോഴല്ലേ സുഭാഷേട്ടന്റെ ദോശ കഴിച്ചത്, അതുകൊണ്ടാ ചോദിച്ചത്. ഏത് കമ്പനിയിലേക്കാ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് തന്നെയുള്ള കമ്പനിയാണോ എന്ന് സുധീഷ് ചോദിക്കേ. ഇത് എന്തൊരു ചോദ്യമാ സുധീഷേ, തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് എറണാകുളത്തുള്ള കമ്പനിയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യോ എന്ന് നിധിയും ചോദിക്കേ. അതില്ല, വെറുതെ ഒന്ന് ചോദിച്ചതായെന്ന് സുധീഷും. അപ്പോഴേക്കും കോൾ കഴിഞ്ഞ് അങ്ങോട്ടെത്തുന്ന സുഭാഷേട്ടനും നികേഷേ ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല, നിന്റെ കൂടെ ഇരിക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയുകയാണ്. അത് കേൾക്കെ നികേഷും ചേട്ടാ എനിക്കൊന്നുമില്ല, സുഭാഷേട്ടൻ ജോലിക്ക് പോയിക്കോ എന്ന് പറയുക. എടാ നിനക്ക് തീരെ വയ്യല്ലോ, എങ്ങനെയാ നിന്നെ ഞാൻ വിട്ടിട്ട് പോവുക എന്ന് സുഭാഷേട്ടൻ ചോദിക്കുക. സുഭാഷേട്ടാ ഞാൻ ഇവിടെ ഇല്ലേ, സുഭാഷേട്ടൻ ജോലിക്ക് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം, ഉറങ്ങി എഴുന്നേറ്റിട്ടും പനി കുറവില്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കൊടുക്കാം എന്ന് നിധി പറയേ. അത് വേണ്ട നിധി, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനുള്ളപ്പോ നിധിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് സുഭാഷേട്ടൻ പറയേ. എനിക്കെന്ത് കഷ്ടപ്പാടാ ഉള്ളത്, നികേഷ് എന്താ കൈക്കുഞ്ഞൊന്നുമല്ലല്ലോ, ഞാൻ നോക്കിക്കോളാമെന്ന് നിധി പറയേ. അതെ സുഭാഷേട്ടാ, ഏട്ടത്തി ഇവിടെ ഉണ്ടല്ലോ, സുഭാഷേട്ടൻ ജോലിക്ക് പോയിക്കോ എന്ന് നികേഷും പറയുന്നത് കേൾക്കേ. ശരി എന്നാ അങ്ങനെ ചെയ്യാം, ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു കഴിക്കണേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് നിധിയെ പറഞ്ഞേൽപ്പിച്ച് വീണ്ടും ടെൻഷനോടെ തറയിലെ പായിൽ കിടക്കുകയായിരുന്ന നികേഷിന്റെ അരികിലേക്ക് ഇരുന്ന് അവനെ തൊട്ടുനോക്കി നികേഷ് എന്ന് വിളിക്കുമ്പോഴേക്കും സുഭാഷേട്ടാ ഇങ്ങനെ തൊട്ടു നോക്കിയാ പനിയൊന്നും കുറയില്ലല്ലോ, പോയി ജോലി ചെയ്യാൻ നോക്കെന്ന് സുധീഷും പറയുകയാ. സുഭാഷും നികേഷിനോടായി നികേഷ് ഉറങ്ങി എഴുന്നേച്ച് നല്ലപോലെ ഭക്ഷണം കഴിക്കണം, നിനക്ക് ഇഷ്ടമുള്ള കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ നല്ലപോലെ ആഹാരം കഴിച്ചാലും പകുതി പ്രശ്നങ്ങളും തീരും, ധാരാളം വെള്ളവും കുടിക്കണം, ഞാൻ പോയിട്ട് വരാം, ശരി സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിധിയോട് നികേഷിനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ യാത്ര പറഞ്ഞു പോവുകയാ. നികേഷ് അപ്പോഴേക്കും നിധിയോടായി എടത്തി ഞാൻ റൂമിൽ പോയി കിടന്നുറങ്ങാം, ഇവിടെ വെളിച്ചമടിക്കുന്നത് കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ശരി നികേഷേ നീ കുറച്ചു സമയം ഉറങ്ങിക്കഴിഞ്ഞിട്ടും പനി കുറവില്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് തരാം, ചായയോ കാപ്പിയോ വല്ലതും വേണോ എന്ന് ചോദിക്കേ. അതൊന്നും വേണ്ട എടത്തി, അതൊന്നും കുടിച്ചാൽ ഉറക്കം വരില്ല എന്ന് പറയേ എല്ലാം കേട്ട് അരികിൽ നിൽക്കുകയായിരുന്ന സുധീഷും
ഇവനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലെന്ന് ചോദിക്കുക. ആദ്യം അവനെ ഒന്ന് റെസ്റ്റ് എടുക്കാനായി വിട്. ഇതൊരു ചെറിയ പനിയാ. പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കണ്ട് മരുന്നൊന്നും കഴിക്കേണ്ട കാര്യമില്ല. അതെല്ലാം റെസ്റ്റ് എടുത്താൽ മാറിക്കോളും എന്ന് നിധി പറയുമ്പോഴേക്കും ശരി, നീ അകത്ത് പോയി കിടക്കെന്ന് സുധീഷും പറയേ. നികേഷ് തന്റെ പായും തലേണയും എടുത്ത് അകത്തോട്ട് പോയി കിടക്കുകയാണ്. അവൻ പോയി കഴിയുമ്പോഴേക്കും ഹാളിൽ ആകെ ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കാണേ സുധീഷും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നിധി ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. ഇന്ന് ജോലിക്ക് പോവാതെ ലീവ് എടുത്ത് നിധിയുമായി സംസാരിച്ചിരുന്നാലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നില്ലേ എന്ന് നിധി ചോദിക്കുന്നത്. ഇല്ല, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് സുധീഷ് പറയേ. ജോലിക്ക് പോവാൻ ഇറങ്ങിയതല്ലേ എന്ന് നിധിയും. അതല്ല നിധി, നികേഷിന് വയ്യല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ജോലിക്ക് പോവാനാ? ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല നിധി എന്ന് സുധീഷ് പറയേ. ഓ, എന്തൊരു സ്നേഹം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പെട്ടെന്ന് ജോലിക്ക് പോവാൻ നോക്കുന്ന നിധിയും ഇവളെ ഒന്ന് സമ്മതിപ്പിക്കുക എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവന് മാത്രമാണോ അസുഖം? എന്റെ ശരീരവും ആകെ വേദനിക്കുന്നു. നിങ്ങളെല്ലാവരും വിഷമിക്കുന്നുവെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നു. കയറെല്ലാം വെച്ച് ആ ഗുണ്ടകൾ കെട്ടിയിട്ടതു കാരണം ശരീരത്തിൽ അവിടെ ഇവിടെയുമെല്ലാം രക്തം കട്ടപിടിച്ച് നിൽക്കുക. എന്തുമാത്രം അടിയാ അവരെന്നെ അടിച്ചത്. വണ്ടി ഓടിക്കാനൊന്നും കഴിയൊന്നു തന്നെ എനിക്കറിയില്ല. അതാ എന്ന് സുധീഷ് ക്ഷീണത്തോടെ പറയുമ്പോഴേക്കും ഡോക്ടറുടെ അടുത്ത് പോവാമെന്ന് അപ്പൊ തന്നെ പറഞ്ഞത് നിങ്ങളല്ലേ കേൾക്കാതിരുന്നതെന്ന് ടെൻഷനോടെ നിധിയും. അതൊന്നും കുഴപ്പമില്ല, കുറച്ചു സമയം റെസ്റ്റ് എടുത്താൽ റെഡി ആയിക്കോ. ഞാനും കുറച്ചു സമയം വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് വേദന അനുഭവിച്ച് നികേഷ് കിടന്ന് തറയിലിട്ട ആ പായയിലേക്ക് കിടക്കുകയാ സുധീഷ്. അവന്റെ ആ കിടപ്പ് കാണാൻ നിധിയും ടെൻഷനോടെ അകത്ത് പോയി ഒരു തലണയും പുതപ്പുമായി അങ്ങോട്ട് വന്ന് സുധീഷിന് കൊടുക്കുമ്പോഴേക്കും അവനും അത് വാങ്ങിച്ചുകൊണ്ട് താങ്ക്സ് പറയുക. പിന്നീട് അവൾ അവിടെ ഇരുന്ന കസേരയിലിരുന്ന് ന്യൂസ് പേപ്പറിലെ ജോബ് വേക്കൻസി നോക്കുമ്പോഴേക്കും അവളെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് കിടന്ന സുധീഷും സുധീഷേ, നിന്റെ പ്ലാൻ വർക്കൗട്ടായി. എങ്ങനെയെങ്കിലും നിധിയുടെ മനസ്സിൽ കയറി പറ്റണമെന്ന് പറഞ്ഞ് അവളെയും നോക്കിക്കൊണ്ട് കിടപ്പാ സുധീഷ്. അവിടെ ഹരീഷ് തന്റെ മെക്കാനിക്കൽ ഷോപ്പിൽ എത്തുമ്പോഴേക്കും അവനെ കണ്ട് ടിറ്റോയും സുധീഷ് ഏട്ടാ ഇപ്പോഴാണോ വരുന്നത്? എത്ര തവണ മൊബൈലിലേക്ക് വിളിച്ചു? സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയുന്നത്. ഇത് പറ്റിയെന്ന് ചോദിക്കേ ഹരീഷും തന്റെ മൊബൈൽ ചാർജറിൽ ഇട്ടുകൊണ്ട് ആ വണ്ടി ഞാനൊരു കാര്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോയതായിരുന്നു. അതിന്റെ ഓണർ വന്ന് അന്വേഷിച്ചിരുന്നോ എന്ന് ചോദിക്കേ അയാളൊന്നും വന്നിട്ടില്ല. ഇന്നലെ അയാൾ വണ്ടി എടുക്കാമെന്ന് വരാമെന്ന് പറഞ്ഞത്. എന്നിട്ട് ടിറ്റോ ചോദിക്കും ആ വണ്ടിയിൽ പെട്രോൾ അടിക്കണം, എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് ഹരീഷും. അതെല്ലാം ഓർമ്മിപ്പിക്കാം, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ. എന്താ പറ്റിയത്? സുധീഷ് ഏട്ടൻ എവിടെ പോയതാ? ഫോൺ വിളിച്ച് എപ്പോ വരുമെന്നെങ്കിലും പറയണ്ടേ എന്ന് ചോദിക്കേ അത് ഫോണിൽ ചാർജ് ഇല്ലാതെ ഞാൻ തന്നെ അത് ഓഫ് ചെയ്ത് വെച്ചത്. ഇപ്പോഴാണ് ഓൺ ചെയ്തത്. എന്റെ ചാർജർ ഇവിടെയായിരുന്നു, അതാ ഇവിടെ വന്ന് ചാർജ് ചെയ്തത് എന്ന് പറഞ്ഞവൻ തന്റെ ചാർജിലിട്ട മൊബൈൽ ഓൺ ചെയ്യുമ്പോഴേക്കും അതിൽ നീതുവിന്റെ വാട്സപ്പ് മെസ്സേജ് വന്ന് നിറയുകയാ. അത് ശ്രദ്ധിക്കേ ടിറ്റോയും നീതുവിന്റെ മെസ്സേജ് ആണെന്ന് കണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ അവൾ ഇരുന്ന് മെസ്സേജ് അയക്കുകയായിരുന്നു. ആയിരക്കണക്കിന് മെസ്സേജുകളാണല്ലോ എന്നവൻ ചോദിക്കുമ്പോഴേക്കും മെസ്സേജ് കണ്ടിട്ടും എന്താ മറുപടി അയക്കാത്തെന്ന നീതുവിന്റെ മെസ്സേജ് അപ്പോൾ തന്നെ വരികയാ. അത് കാണേ ടിറ്റോയും മറുപടി മെസ്സേജ് അയക്കാനോ? ഇപ്പോഴല്ലേ മെസ്സേജ് കണ്ടത്, അതിനുള്ളിൽ എങ്ങനെ റിപ്ലൈ അയക്കാൻ? ആള് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും അവളുടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. അത് കാണേ ടിറ്റോയും റിപ്ലൈ കൊടുക്ക് സുധീഷേട്ടാ, അല്ലെങ്കിൽ അവൾക്ക് ടെൻഷനാവുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹരീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ ജോലിക്കായി പോവുകയാണ്. ടിറ്റോയും പറയുന്നുണ്ട് നേരത്തെ 2 പ്രാവശ്യം സുധീഷേട്ടനെ തേടി നീതു കടയിലേക്ക് വന്നിരുന്നു. വളരെ ദേഷ്യത്തോടെയാ സംസാരിച്ചത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടിറ്റോ ചോദിക്കേ അതെന്തു പറയാനാ ടിറ്റോ? അത്രമേൽ അവൾ കോൾ ചെയ്ത് വെറുപ്പിക്കുകയായിരുന്നു. ജോലി ചെയ്യുകയായിരിക്കുമെന്ന് അവൾക്ക് അറിയാൻ പാടില്ലേ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ സുധീഷേട്ടൻ എവിടെ പോയിന്നോ അറിയാതെയുള്ള ടെൻഷൻ അവൾക്കും ഉണ്ടാവില്ലേ എന്ന് ടിറ്റോ ചോദിക്കേ അതിനെ ഫോൺ വിളിച്ചാ അത് റെഡിയാവും. അവൾ രാത്രി വിളിച്ചപ്പോ കോളെടുത്ത് രാവിലെ സംസാരിക്കാം, ഇപ്പോ സംസാരിക്കാൻ കഴിയില്ല, പോയി ഉറങ്ങെന്ന് പറഞ്ഞത്. അത് കേൾക്കാതെ അവൾ വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നു, അതാ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു എന്നവൻ പറയേ അത് വിട്ടേക്ക്. അല്ല അവിടെ എന്താ നടന്നത്? സുധീഷേട്ടനെ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്ന് ടിറ്റോ ചോദിക്കുകയാണ്. അത് തന്നെയാടാ പറയുന്നത്. സുധീഷേട്ടന്റെ അമ്മായി അച്ഛൻ അങ്ങേരെ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പിടിച്ചുകൊണ്ടുപോയി അങ്ങേരുടെ മേൽ മോഷണ കുറ്റം ചുമത്തി അങ്ങേരെ ഒരു താവളത്തിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. സുധീഷേട്ടനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതുവരെ മനസ്സിൽ തീയായിരുന്നു എന്ന് ഹരീഷ് പറയുന്നത് കേൾക്ക് എന്താ സുധീഷേട്ട പറയുന്നത്? ഇങ്ങനെ സിനിമയിലൊക്കെ അല്ലേ കാണൂ, ഇത്രയും വലിയ പ്രശ്നമാണോ നടന്നത് എന്ന് ചോദിക്കുകയാണ്. അതേടാ, ഈ ടെൻഷനിൽ ഞാൻ എങ്ങനെ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാനാ? ശരി അത് വിട്, ഏതെങ്കിലും പുതിയ വണ്ടി സർവീസിന് വന്നോ? സർവീസ് ചെയ്ത് കഴിഞ്ഞ വണ്ടിയെല്ലാം കൊടുത്തോ എന്നൊക്കെ ചോദിക്കേ 2 വണ്ടിയെ സർവീസിന് വന്നിട്ടുള്ളൂ. സർവീസ് ചെയ്ത് കഴിഞ്ഞ 2 വണ്ടി ഡെലിവറിയും ചെയ്തു എന്നൊക്കെ അവർ ജോലി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിലെ നടന്നു വരികയായിരുന്ന നീതു മെക്കാനിക്കൽ ഷോപ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹരീഷിനെ കാണുന്നത്. അവൾ ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് നടന്നു ചെന്ന് ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും അവളെ കാണുന്ന ഹരീഷും നീതു ഇരിക്കെന്ന് പറയുക. ഇരിക്കാനോ? ഒന്നും അറിയാത്ത പോലെ ഇരിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് ഞാൻ എത്ര മെസ്സേജ് അയച്ചതാ,
ഒന്നിനെങ്കിലും റിപ്ലൈ തന്നു. ഫോണെടുത്ത് എല്ലാ മെസ്സേജും കണ്ടിട്ടുണ്ടല്ലോ, പക്ഷേ റിപ്ലൈ തരാൻ മാത്രം വയ്യ. ഞാൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. എന്താ നിങ്ങൾ എന്നെപ്പറ്റി വിചാരിച്ചത് എന്നൊക്കെ നീതു ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും എല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന ടിറ്റോയും ഹരീഷ് ഏട്ടൻ ഇപ്പോഴാ മെസ്സേജ് എല്ലാം വായിച്ചത്. അപ്പോഴേക്കും നീതുവും ഇങ്ങോട്ടെത്തി എന്ന് ടിറ്റോയും പറയും. മെസ്സേജ് നോക്കിയാ റിപ്ലൈ തരണം, അതൊന്നും ചെയ്യാതെ വണ്ടിയും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് എന്നെപ്പറ്റി ഇയാൾക്കൊരു ചിന്തയുമില്ല. ഒരേ ആഴ്ച കൊണ്ട് എല്ലാം തീർന്നില്ലേ? ഇനി എന്തിനു ലവ് ചെയ്യണം? ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? ഒരാഴ്ച നല്ലതുപോലെ എന്നോട് സംസാരിച്ചിട്ട് ഇപ്പോ മുഖം തിരിച്ചിരിക്കുന്നത് കാണുന്നില്ലേ? ഇതൊക്കെ നല്ല സ്വഭാവമാണോ എന്ന് നീതി ചോദിക്കുമ്പോഴേക്കും ഫോൺ എടുക്കാത്ത പ്രശ്നമല്ലേ, എന്തെങ്കിലും ജോലി തിരക്കാണെന്ന് വിചാരിച്ച് അതങ്ങ് വിട്ടുകളഞ്ഞാ പോരെ എന്ന് ടിറ്റോയും. നട്ടപ്പാതിരാക്കി എന്ത് ജോലിയാ? വീട്ടിലുമില്ല, പുറത്തെവിടെയോ ചുറ്റിയടിക്കുകയായിരുന്നു. പുറത്തിറങ്ങി ചുറ്റിത്തിരിയാനൊക്കെ സമയമുണ്ടല്ലോ. ആ മൊബൈൽ എടുത്ത് എന്നോട് 2 വാക്ക് സംസാരിക്കാൻ സമയമില്ല എന്നൊക്കെ നീതു ദേഷ്യത്തോടെ ഉറഞ്ഞു തുള്ളുമ്പോഴേക്കും എന്താ പ്രശ്നം നടന്നതെന്ന് നിനക്കറിയാമോ എന്ന് ടിറ്റോയും ചോദിക്കുകയാണ്. പറഞ്ഞാലല്ലേ അറിയൂ. നട്ടപ്പാതിരയ്ക്ക് ഇയാൾക്ക് എന്താ പ്രശ്നമുണ്ടായത്? ഇയാളെ ഇനി ഞാൻ വിശ്വസിക്കില്ല. ഇയാൾ രാത്രി ആരുടെയോ കൂടെ ചുറ്റിത്തിരിയുകയായിരുന്നു. ആ സമയത്താണ് എന്റെ കോൾ വന്നത്. അത് സാറിനത്ര പിടിച്ചില്ല. ശല്യം ഒഴിയട്ടെ എന്ന് കരുതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഇതുവരെയും നിങ്ങളെ ഞാൻ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ ഫോൺ ഓൺ ചെയ്തതേ ഇല്ല. ഒരുത്തി എന്നെ വിചാരിച്ചിരിക്കുകയാണ്. അവളോട് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയതേ ഇല്ല. രാവിലെ കടയിലേക്ക് ഞാൻ വരുമെന്നറിഞ്ഞിട്ടും ഫോൺ ഓൺ ചെയ്ത് മെസ്സേജ് എന്താണെന്ന് കണ്ടിട്ടും അതിനൊരു റിപ്ലൈ അയക്കാൻ നിങ്ങൾക്കറിയില്ല. അത്രയ്ക്ക് വേണ്ടാത്തവളായി പോയോ ഞാൻ? ഇയാൾക്ക് എന്ത് ലവ്വാ ഉള്ളത് എന്നൊക്കെ നീതു ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും എല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്ന ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് തൻ്റെ കയ്യിലുള്ള സ്പാനർ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരാളുടെ ടെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു. ഈ ബുദ്ധിയില്ലേ നിനക്ക്? ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് ശല്യം ചെയ്യണമായിരുന്നോ? ഞാനൊരു ജോലിയിലാണ്, പോയി ഉറങ്ങ്, രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ടും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. ഇത് നോക്ക്, ഇതാണ് നിന്റെ സ്വഭാവമെങ്കിൽ ഇവിടെ നിർത്തിപ്പോയിക്കോ. എനിക്ക് നീ സെറ്റ് ആവില്ല. ഒരു പ്രോബ്ലത്തിലാണെന്ന് പറഞ്ഞതല്ലേ? സമാധാനമല്ലേ തരേണ്ടത്? അത് കാര്യമാക്കാതെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണോ? രാവിലെ കടയിലേക്കല്ലേ വരുന്നത്? അപ്പോൾ നിന്നെ കാണുകയും ചെയ്യുമല്ലോ, അപ്പോൾ സംസാരിക്കുകയും ചെയ്യില്ലേ? ഇങ്ങനെ വിളിച്ച് ടോർച്ചർ ചെയ്യണോ? മതിയായി എനിക്ക്. ഇതെനിക്ക് സെറ്റ് ആവുകയില്ല. പെട്ടെന്ന് നീ ഇവിടെ ഇറങ്ങിപ്പോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഇതും കരച്ചിലോടെ സത്യമാണോ ഇയാളി പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കെ ഹരീഷും ദേഷ്യത്തോടെ സത്യം തന്നെയാ പറയുന്നത്, ദയവ് ചെയ്ത് ഇവിടെ ഇറങ്ങിപ്പോ എന്ന് തീർത്തു പറയുകയാണ്. നീതുവും സങ്കടത്തോടെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയാ പിന്നീട് തിരിച്ചു വരികയേ ഇല്ല എന്ന് പറയേ ഹരീഷും കൈകൂപ്പിക്കൊണ്ട് നല്ല കാര്യം, ഇനി നീ തിരിച്ചു വരികയേ വേണ്ട, ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന് തീർത്തു പറയുകയാ. അത് കേൾക്കെ നീതുവും അപ്പോഴേക്കും എന്നെ വേണ്ടെന്നുള്ളൊരു തീരുമാനവും എടുത്തല്ലേ എന്ന് ചോദിക്കേ അതെടി തീരുമാനമെടുത്തു. ചുമ്മാ ഇവിടെ നിന്ന് കരഞ്ഞ് എന്നെ വിശ്വസിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല പോ എന്ന് പറയുമ്പോഴേക്കും നീതു അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങുകയാ. അത് കാണാൻ സുധീഷും കള്ള കണ്ണീര് കാണിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു സ്പാനർ എടുത്ത് അവളുടെ നേരെ വീശിക്കൊണ്ട് പോവാനല്ലേ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നീതുവും കരച്ചിലോടെ എനിക്കിത് വേണമെടാ, എന്നെ അടിക്കാൻ വന്നല്ലേ, എനിക്കിതല്ല ഇതിലപ്പുറവും കിട്ടണം. അപ്പോഴേ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ ആ മെക്കാനിക്കിനെ വിശ്വസിക്കരുതെന്ന്. ഞാനാണ് ആ വാക്ക് കേൾക്കാതിരുന്നത്. നിന്റെ പിന്നാലെ പട്ടിയെ പോലെ ചുറ്റിത്തിരികയായിരുന്നു. ഇപ്പൊ എന്നെ അടിക്കാനായി സ്പാനറും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. പോടാ, ഇനി നിന്നെ തിരഞ്ഞ് ഞാൻ ഇവിടെ വന്ന എന്നെ ചിരിപ്പൂഴി അടിച്ചേക്ക് എന്ന് കരഞ്ഞു പറഞ്ഞ് നീതുവും സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അവിടെ സുഭാഷ് തന്റെ ജോലി സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കൈ കഴുകുമ്പോഴേക്കും ഭയ്യയുടെ അനിയത്തി അദ്ദേഹത്തിനുള്ള ഫുഡുമായി അങ്ങോട്ടെത്തുകയാ. സുഭാഷും തന്റെ ഫുഡും എടുത്ത് അവരുടെ കൂടെ ഇരിക്കുമ്പോഴേക്കും ഇന്നത്തേക്കെന്താ ചോറും ചപ്പാത്തിയുമാണോ എന്ന് സുഭാഷ് അവളോട് ചോദിക്കുന്നുണ്ട്. ചോറിന് ഹിന്ദിയിൽ എന്താ പറയുക, ചാവൽ എന്നല്ലേ എന്ന് സുഭാഷ് ഭയ്യയോട് ചോദിക്കുമ്പോഴേക്കും അതെ സുഭാഷ് ഏട്ടാ, ചാവൽ എന്ന് ഭയ്യയും പറയുന്നുണ്ട്. ഈ ചാവലിന് കറി എന്താ, സബ്ജി എന്നാണോ പറയാ? അല്ല സബ്ജ എന്ന് സുഭാഷ് പറയേ. അതെ സുഭാഷ് ഏട്ടാ എന്ന് ഭയ്യയും. അവൾ ഭയ്യയ്ക്ക് ചോറും ചപ്പാത്തിയും എല്ലാം വിളമ്പുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും കൊടുക്കെന്ന് ഭയ്യയും. ഒരു പ്ലേറ്റിൽ എല്ലാം വിളമ്പി അവൾ സുഭാഷ് ഏട്ടന് നേരെ നീട്ടുമ്പോഴേക്കും അയ്യോ വേണ്ട, എനിക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇന്ന് ഞാൻ ബിരിയാണിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബിരിയാണിക്ക് ഹിന്ദിയിൽ എന്താ പറയാ എന്ന് ഭയ്യയോടായി ചോദിക്കേ. ബിരിയാണി തന്നെ എന്ന് ഭയ്യയും. ഈ ബിരിയാണിക്ക് മാത്രമാണ് എല്ലാ ഭാഷയിലും ബിരിയാണി എന്ന പേര് തന്നെ. ശരി ബിരിയാണി കഴിക്കേ, ഞാൻ ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞ് സുഭാഷ് നീട്ടുമ്പോഴേക്കും അവളും കഴിക്കണോ എന്ന മട്ടിൽ ഭയ്യയെ നോക്കുന്നുണ്ട്. ആയി കഴിക്കെന്ന് ഭയ്യ പറയുമ്പോഴേക്കും അവളത് വാങ്ങി കുറച്ച് ഭയ്യയ്ക്കും വിളമ്പിക്കൊടുത്ത് കഴിക്കാൻ തുടങ്ങി. സുഭാഷ് ഏട്ടന്റെ വീട്ടിൽ ആരാ കുക്ക് ചെയ്യുന്നത്? അവരുടെ വീട്ടിൽ ലേഡീസ് ഒന്നും ഇല്ലെന്ന് ഹിന്ദിയിൽ ചോദിക്കുക. സുഭാഷ് ഏട്ടൻ ഇതുവരെ കല്യാണം കഴിച്ചില്ലെന്നും
പെണ്ണ് നോക്കുന്നുണ്ടെന്നും സുഭാഷ് ഏട്ടന് കുക്കിംഗ് നല്ല ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ദിവസവും സുഭാഷ് ഏട്ടൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്നും ഭയ്യ പറയുമ്പോഴേക്കും ബിരിയാണി കഴിച്ചുകൊണ്ട് ബഹുത് അച്ഛ ഹേ എന്നവളും അത് കേൾക്കെ സുഭാഷും അവൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് ഇതും ബഹുത് അച്ഛ എന്ന് പറയേ അവളും ധന്യവാദ് എന്ന് പറയുക. സുഭാഷും ധന്യവാദ് എന്ന് അവളോടായി പറഞ്ഞ് ധന്യവാദ് എന്നാൽ നന്ദി എന്നല്ലേ ഹിന്ദിയിൽ അർത്ഥമെന്ന് ചോദിക്കുന്നുണ്ട് ഭയ്യയോട്. അതേ എന്ന് ഭയ്യ പറയുമ്പോഴേക്കും കറക്റ്റായി ഞാൻ പറഞ്ഞത് കണ്ടില്ല. ഇങ്ങനെ കുറച്ചുനാൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഹിന്ദി സംസാരിച്ച ഞാനും എളുപ്പത്തിൽ ഹിന്ദിയിൽ സംസാരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ അവളോടായി അവൾക്ക് ഈ നാട് ഇഷ്ടമായോ എന്ന് ചോദിക്കുകയും നാടെന്ന് സുഭാഷ് ചോദിച്ചത് അവൾക്ക് മനസ്സിലാവാതിരിക്കെ അവൻ ആംഗ്യത്തിലൂടെ നാടെന്നൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവൾക്ക് വളരെ ഇഷ്ടമായി എന്ന് അവളും. ഇവിടെ ഇപ്പോ വെയിൽ കുറച്ച് കൂടുതലാണല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ വീണ്ടും ചോദിക്കേ ഞങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാൾ വലിയ ചൂടാണെന്ന് അവളും ഹിന്ദിയിൽ പറയുക. അങ്ങനെ അവർ രണ്ടുപേരും മലയാളത്തിലും ഹിന്ദിയിലുമെല്ലാം സംസാരിച്ച് സന്തോഷത്തോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ സുധീഷും ഹാളിൽ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. റൂമിൽ നിറങ്ങിയ നിധി അവനെയൊന്ന് നോക്കിയ ശേഷം റൂമിൽ കിടക്കുകയായിരുന്ന നികേഷിന്റെ അരികിലേക്ക് ചെന്ന് അവനെ തൊട്ടു നോക്കുമ്പോഴേക്കും അവന്റെ പനി കൂടിയിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് വന്ന് അവിടെ ഇരുന്ന ടാബ്ലറ്റ് ബോക്സ് എടുത്ത് തുറന്നു നോക്കുന്നുണ്ടെങ്കിലും അതിൽ പനിയുടെ ടാബ്ലറ്റ് ഒന്നുമില്ലായിരുന്നു. അവിടെ കിടന്നുറങ്ങിയിരുന്ന സുധീഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് പാവം വയ്യാഞ്ഞിട്ട് കിടക്കുകയാണല്ലോ എന്നോർത്ത് ഉമ്മറത്തേക്ക് ചെന്ന് അവിടെ കട്ടിലിരിക്കുന്ന അച്ഛനോടായി അച്ഛാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുക. എന്താ കാര്യമെന്ന് അച്ഛൻ ചോദിക്കെ ഒരു ടാബ്ലറ്റ് വാങ്ങിക്കണമെന്ന് നിധിയും. എന്ത് ടാബ്ലറ്റ് ആണെന്ന് അച്ഛൻ ചോദിക്കെ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരാമോ അതോ ഒരു പേപ്പറിൽ എഴുതി തരണോ എന്ന് നിധിയും. ഞാനെന്താ ഡോക്ടറാണോ പറഞ്ഞുടനെ ഓർമ്മയിൽ വെക്കാൻ എഴുതി തായെന്ന് പറയുമ്പോഴേക്കും നിധി അകത്തു പോയി ഒരു പേപ്പറിൽ ടാബ്ലറ്റ് എഴുതിക്കൊണ്ട് കൊടുക്കുക. അവൾ അത് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അത് വാങ്ങി പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ആർക്കാ ടാബ്ലറ്റ് എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. നികേഷിനാ അവന് നല്ല പനിയുണ്ട് റൂമിൽ കിടന്നുറങ്ങുകയാണെന്ന് നിധി പറയും. പനിയോ എത്ര ടാബ്ലറ്റ് വാങ്ങിക്കണമെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചേക്ക് ഫ്യൂച്ചറിൽ ഇനി ആർക്കെല്ലാം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പോവാനായി തുടങ്ങുന്നത് കാണേ വീട്ടിൽ കോഫി പൗഡറും തീർന്നുപോയി. അതും കൂടി ഒന്ന് വാങ്ങിയിട്ട് വരാമോ എന്ന് ചോദിക്കുക. ശരി വാങ്ങാമെന്ന് പറഞ്ഞ് അച്ഛൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും ക്യാഷ് വാങ്ങിക്കാതെയാണോ പോകുന്നേ എന്ന് നിധിയും ചോദിക്കുക. ക്യാഷ് നിന്റെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെക്കുക. എന്റെ കയ്യിൽ കാശുണ്ട് ഞാൻ വാങ്ങിയിട്ട് വരാം ഓക്കെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. പിന്നീട് നിധി അലക്കിയ തുണി അഴയിൽ വിരിക്കുമ്പോഴാണ് അച്ഛൻ ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ട് വരുന്നത്. അദ്ദേഹം അവൾ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊടുക്കുമ്പോഴേക്കും അവൾ അത് വാങ്ങി എല്ലാം ഉണ്ടോന്ന് നോക്കുന്നതിനിടയിലാണ് അച്ഛനൊരു ചോക്ലേറ്റ് എടുത്ത് അവളുടെ നേരെ നീട്ടുന്നത്. അവൾ ഒരു ചിരിയോടെ അത് വാങ്ങിക്കുമ്പോഴേക്കും നിനക്ക് വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല കടയിൽ ചില്ലറയില്ലായിരുന്നു ചില്ലറയ്ക്ക് പകരമാ ഇത് തന്നതെന്ന് പറയേ ശരി ശരി എന്ന് നിധിയും. അപ്പോഴേക്കും അച്ഛനും പനിയുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഉടനെ ടാബ്ലറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. ശരീരത്തിന് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഈ ഭാസ്കരൻ തന്നെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിച്ചിട്ട് എത്ര കാലമായി എന്നറിയാമോ നിനക്ക്? ശരീരത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അത് ശരീരത്തിൽ തന്നെ റിപ്പയർ ആയിക്കോളും. അല്ലാതെ ഇങ്ങനെ മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയല്ല വേണ്ടത്. ശരീരം ഇങ്ങനെ കേടാക്കരുതെന്ന് അച്ഛൻ പറയുന്നത് കേൾക്കെ ശരീരത്തെക്കുറിച്ച് അത്രയധികം കെയറാണോ എന്ന് നിധിയും ചോദിക്കുക. അതെ എനിക്ക് നല്ല കെയറുണ്ട് അതിനിപ്പോ എന്താ എന്ന് അച്ഛൻ ചോദിക്കേ. എന്നിട്ടാണോ ദിവസവും കുടിക്കുന്നത് എന്ന് നിധിയും. അക്കാര്യത്തെക്കുറിച്ചും നീ എന്നോട് ചോദിക്കണ്ട അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാ. ടാബ്ലറ്റ് കൊണ്ട് കൊടുക്കാതെ എന്റെ മുഖവും നോക്കി നിൽക്കാണോ? പോയി കൊടുക്കെന്ന് അച്ഛൻ പറയുമ്പോഴേക്കും ടാബ്ലറ്റ് എല്ലാം കൊടുക്കാം പക്ഷേ ഒരു കാര്യം പറയാമോ അവരെ ഇവിടെ നിന്നാ കൂട്ടിയിട്ട് വന്നേന്ന് നികേഷിന്റെ അമ്മയെക്കുറിച്ച് നിധി ചോദിക്കുന്നുണ്ട്. അവളെവിടെയായിരുന്നോ അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്നെന്ന് അച്ഛൻ. അല്ല എങ്ങനെയാ അവരെ നിങ്ങൾക്ക് പരിചയം എന്ന് നിധി വീണ്ടും കുത്തി കുത്തി ചോദിക്കേ. അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ എന്നച്ഛൻ വീണ്ടും ചോദിക്കേ. ശരി അവരുടെ പേരെന്താ എന്ന് നിധി. അച്ഛൻ മറുപടിയൊന്നും പറയാതെ നിൽക്കുമ്പോഴേക്കും അത് വിട്ടേക്ക് അവരിപ്പോ ജീവനോടെ ഇല്ലേ? ഇവിടുന്ന് പോയെന്ന് മനസ്സിലായി. അതിനുശേഷം അവരെവിടെ പോയി? ഇപ്പൊ അവരെവിടെയുള്ളത് അതെല്ലാം നിങ്ങൾക്കറിയാമോ എന്നൊക്കെ നിധി ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കുകയാണ്. നിധി വീണ്ടും പ്ലീസ് അവർക്ക് എന്തു പറ്റി അതെങ്കിലും ഒന്ന് പറ എന്ന് ചോദിക്കേ. കഥ കേൾക്കുന്നത് നിനക്ക് ഇത്ര വലിയ ഇഷ്ടമാണോ എന്നച്ഛനും ചോദിക്കുകയാ. അങ്ങനെയൊന്നുമില്ല ഒരു വിഷയത്തെ പറ്റി അറിഞ്ഞു അതിനുശേഷം എന്തു നടന്നുവെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാവില്ല അതാ ചോദിച്ചത്. അവരിപ്പോ എവിടെയുണ്ട് എന്ന് ചോദിക്കേ. ഇപ്പോ പറയാൻ മനസ്സില്ല ടാബ്ലറ്റ് വാങ്ങിക്കാനല്ലേ പറഞ്ഞത് ടാബ്ലറ്റ് വാങ്ങിച്ചു തന്നില്ല. വേറൊരു കാര്യവും ചോദിക്കേണ്ട ആവശ്യമില്ല പോ അകത്തേക്ക് എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ഈ കഥ ഒരു ദിവസം നിങ്ങൾ തന്നെ എന്നോട് പറയും എന്ന എല്ലാ സത്യവും ഞാനും അറിയും എന്ന് പറഞ്ഞ നിധി അകത്തേക്ക് കയറി പോവുകയാ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.